ഡോക്ടർ മോഹൻ വർഗീസ്, ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനു നേരെയുള്ള അമേരിക്കൻ വ്യോമാക്രമണം 9-ാം ദിവസവും ശക്തമായി തുടരുകയാണ്. ജോർദാനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഇറാനിൽ അമേരിക്ക വ്യാപക ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനിൽ ഇന്നലെ രാത്രി മുതൽ നടത്തിയ വ്യാപക മിസൈൽ ബോംബിങ്ങിൽ തീര നിരീക്ഷണ സംവിധാനങ്ങൾ, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തകർത്തതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്ത്രപ്രധാന ദർഖോവിൻ ആണവ നിലയത്തിന് നേരെയും അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്ന് ഇറാന്റെ തന്നെ ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഘട്ട ആക്രമണം ആരംഭിച്ചത് എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇറാനിലെ പാലങ്ങൾ, റെയിൽവേ പാതകൾ, തുരങ്കങ്ങൾ, റോഡുകൾ എന്നിവ US തകർത്തതോടെ സാധാരണക്കാരുടെ ജീവിതം അവിടെ സ്തംഭിച്ച അവസ്ഥയിലാണ്. ആശുപത്രികൾ ഒഴിപ്പിക്കുകയും സ്കൂൾ പരീക്ഷകൾ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ ഇറാന്റെ തെക്കൻ പ്രവിശ്യകളെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണോ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? 9-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ആക്രമണ പരമ്പരയ്ക്ക് ഒരു രീതി ശാസ്ത്രമുണ്ട്, ഒരു പ്രത്യേക ഡയമെൻഷനിൽ അതിനെ കാണേണ്ടതുണ്ട്. അതൊന്ന്, ഈ ഇറാൻ്റെ തെക്കൻ പ്രദേശം ആണ് പ്രധാനമായും അമേരിക്ക കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇറാൻ്റെ തെക്കൻ മേഖല, അത് പേർഷ്യൻ ഗൾഫിനോട് അഭിമുഖമായി നിൽക്കുന്ന ഇറാൻ്റെ തീര പ്രദേശങ്ങൾ, അവിടെ പല തുറമുഖ നഗരങ്ങളുണ്ട്. ബന്ദർ അബ്ബാസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സംസാരിച്ചതുമാണ്. അവിടെ നിന്നുകൊണ്ടുള്ള മിസൈലുകളാണ്, അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന മിസൈൽ ലോഞ്ച് പാഡുകളാണ് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നത്. അതുപോലെ ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന പല താവളങ്ങളും ഇറാൻ്റെ തെക്കുള്ള ചില ദ്വീപുകൾ, ഖിഷം ദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ആക്രമണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം ഒരു യുദ്ധമാകുമ്പോൾ ഇവിടെ നിന്നാണോ തങ്ങൾക്ക് ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത്, അവിടേക്ക് ആക്രമണം കടുപ്പിക്കുക എന്നതാണ് യുദ്ധതന്ത്രം. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന ഇറാൻ്റെ മുഖ്യ മേഖലകളിൽ നിന്നും, ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിൽ നിന്നും തെക്കോട്ട് എത്തിച്ചേരുന്ന തുറമുഖ നഗരങ്ങളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരുന്ന കണക്ടിവിറ്റി അത് തകർക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കാരണം 8-9 ദിവസമായി കൂടുതലും നടന്നു വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് പാലങ്ങൾ, റോഡുകൾ, അതുപോലെ ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള ഊർജ പ്ലാന്റുകൾ പോയി കഴിഞ്ഞാൽ വൈദ്യുതി ഇല്ലാതെയാകും, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വ്യവസായ ഉത്പാദനം നടക്കില്ല, ജനജീവിതം സ്തംഭിക്കും. അപ്പോൾ ആ രീതിയിലാണ് ആക്രമണങ്ങൾ ഇറാൻ ഉള്ളിൽ നടക്കുന്നത്. ഇറാൻ മറുപക്ഷത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആക്രമണങ്ങളാണ് പ്രത്യേകിച്ച് ജോർദാന് നേരെ നടത്തിയത്. അമേരിക്കയ്ക്ക് ലേശം വേദനിക്കുന്ന ആക്രമണമാണ് ജോർദാനിലെ അമേരിക്കൻ ബേസുകൾക്കെതിരെ നടത്തിയത്. അവിടെ ഏതാനും വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായ റിപ്പോർട്ടുകളുണ്ട്. ഹാങ്കറുകളിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളും ചില വിമാനങ്ങൾ കേടുപാടുകൾ പറ്റി എന്ന രീതിയിൽ റിപ്പോർട്ടുണ്ട്. അതിനേക്കാൾ ഭീതിതമാണ് ആൾനാശം. അമേരിക്കയ്ക്ക് അത്ര പരിചിതമല്ല അമേരിക്കൻ വൈമാനികർ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭടന്മാർ, മെറീനുകൾ കൊല്ലപ്പെടുന്നത് അത്യപൂർവമാണ്. അത്രയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് അമേരിക്ക ആകാശങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധം നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇവിടെ 2 അമേരിക്കൻ സോൾജിയേഴ്സ്, അല്ലെങ്കിൽ കരസേന അംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ജോർദാനിൽ വെച്ച്. മറ്റൊരു സേനാ അംഗം ഡ്രോൺ അവശിഷ്ടം പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുന്നു, അത് ഇറാഖിലാണ്. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 3 അമേരിക്കൻ സേനാ അംഗങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ മൊത്തം മരണങ്ങൾ 18 ആയി മാറിയിരിക്കുന്നു. അമേരിക്കൻ സേനാ അംഗങ്ങളിൽ 18 പേരാണ് ഈ പുതിയ റൗണ്ട് ഓഫ് എസ്കലേഷനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് വലിയ നമ്പറൊന്നുമല്ല എന്ന് ഇറാനിൽ 100 കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ശതമാനക്കണക്കിൽ തങ്ങളുടെ അംഗങ്ങൾക്ക്, തങ്ങളുടെ സേനാ അംഗങ്ങൾക്ക് പരിമിതമായ ജീവഹാനി മാത്രമേ വരുന്നുള്ളൂ എന്ന് അമേരിക്ക ക്ലെയിം ചെയ്താലും യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ട രാജ്യം കൂടിയാണ് അമേരിക്ക. കാരണം ട്രംപ് ഒരു യുദ്ധത്തിന് ചാടി പുറപ്പെടുമ്പോൾ അത് എന്തിന് എന്ന് ചോദിച്ച പലരും അമേരിക്കയിലുണ്ട്. സ്വന്തം പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രംപിൻ്റെ പിന്തുണ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അല്ല അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം നടത്തുന്നത്. അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആൾനാശം, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾനാശത്തിന് കണക്ക് പറയേണ്ടി വരും. ദീർഘമായി തുടരുന്ന യുദ്ധ പ്രക്രിയ
പിടിച്ചു കെട്ടാൻ ട്രംപിനാവുന്നില്ല. ഇത് നയതന്ത്ര പരാജയമാണ്. അതിന് കണക്ക് പറയേണ്ടി വരും. ഏതെങ്കിലും രാജ്യത്തിൻ്റെ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രേരണയാൽ ആണോ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഈ ആക്രമണത്തിന് മുതിർന്നത്? ഇത് പ്രസിഡന്റിന് കണക്ക് പറയേണ്ടി വരും. അതുമാത്രമല്ല, താൻ നിയോഗിച്ച ഏജൻസ്, ജാരഡ് കുഷ്ണർ ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ, അല്ലെങ്കിൽ സാക്ഷാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആകട്ടെ, നിന്ന ഇടത്ത് നിന്ന് നീങ്ങാൻ കഴിയുന്നില്ല. സമാധാന ചർച്ചകളുമായി ഇപ്പോൾ പാകിസ്ഥാനും ഖത്തറും എല്ലാം ഇടനില നിൽക്കുന്ന സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇറാൻ കൃത്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. കൃത്യമെന്ന് പറഞ്ഞാൽ പരിമിതികളേറെ ഉണ്ട്, ഏറെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ഫോക്കസ് വിടാതെ നിൽക്കുകയാണ്. ആ ഫോക്കസ് എന്ന് പറയുന്നത് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ഒരു ഫോക്കസ് അല്ല അത്. യുദ്ധത്തിന് മുൻപ് ഇറാൻ എന്ന രാജ്യം നിലനിൽക്കണം, ജനങ്ങളെ സംരക്ഷിക്കണം, അല്ല എങ്കിൽ ആ മേഖലാ ശക്തിയെ തങ്ങൾക്ക് നിലനിൽക്കണം, ഈ പാലസ്തീൻ വിഷയത്തിൽ തങ്ങളുടേതായ അഭിപ്രായ പ്രകടനം നടത്തണം. ഇതൊക്കെയായിരുന്നു. അതിന് ആണവ സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട്, ഊർജ്ജ ഉത്പാദനത്തിലാണ് എന്ന് ഇറാൻ പുറമേ പറഞ്ഞിരുന്നു, എന്ത് ഉദ്ദേശത്തിനാണെങ്കിൽ പോലും. പക്ഷേ ആ നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ആ മേഖലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവിക കടലിടുക്കായ ഹോർമൂസിന് മേൽ തങ്ങൾക്കായിരിക്കണം ആത്യന്തികമായ അധികാരം. അത് ഒരു സാഹചര്യത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഇറാൻ്റെ കടും പിടുത്തം. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നാമെങ്കിലും മാനവരാശിയെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും, അല്ല എങ്കിൽ പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളവും അത് അത്ര ആരോഗ്യപരമായി കരുതാനുമാവില്ല. കാരണം ഒരു സ്വാഭാവിക കടലെടുക്കാണ്. അതിനുമേൽ ഒരു രാജ്യത്തിന് മാത്രം പൂർണ്ണ അവകാശമുണ്ടാകണം എന്ന് പറയുന്നു. മറുപക്ഷത്ത് അമേരിക്ക ഇപ്പോൾ പറയുന്നു തങ്ങൾ ഹോർമൂസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യം ഇത് രണ്ടിൻ്റെ ഇടയിലാണ്. ഹോർമൂസിലൂടെ ഒരു 14 കരാറിൽ 2026 ജൂൺ മാസം 17 എത്തിച്ചേർന്ന ഒരു ധാരണയാണ്, ഇടക്കാല ധാരണയാണ്. അതനുസരിച്ച് കപ്പലുകൾക്ക് സുഗമമായി ഹോർമൂസിലൂടെ സഞ്ചരിക്കാം. പക്ഷേ ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ആ പാത വിട്ട് മറ്റ് പാതകളിലൂടെ, അല്ലെങ്കിൽ ഒമാൻ തീരത്തോട് ചേർന്ന ഇറാൻ തീരം ഉപേക്ഷിച്ച് സഞ്ചരിച്ചപ്പോഴാണ് ഇറാൻ ആക്രമിക്കുന്നത്. അത് ന്യായീകരിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ട് അഭിപ്രായങ്ങൾ അതേക്കുറിച്ചുണ്ട്. ന്യായീകരിക്കാം എന്ന് പറയുന്നു, ഇറാൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാം, ഈ സുരക്ഷയുടെ പ്രശ്നം മാത്രമല്ല മേഖലാ സ്വാധീനത്തിൻ്റെ വിഷയമാണ് എന്ന് ചിന്തിക്കുന്നു. മറുവശത്ത് ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം, അങ്ങനെ ഒരു പാത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആവശ്യമല്ലേ? എണ്ണ പുറത്തോട്ട് കൊണ്ടുപോകണം, അവശ്യ വസ്തുക്കൾ പേർഷ്യൻ ഗൾഫിൽ എത്തണം. അതിനുവേണ്ടി ആ പാത ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് തന്നെ ആ പാത തുറന്നു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ അമേരിക്ക പറയുന്നത് തങ്ങൾ സംരക്ഷണം നൽകും. ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്ന ഏത് കപ്പലിനും, അതായത് GCC രാജ്യങ്ങളിലേക്ക് പോകാനുള്ള, എണ്ണ എടുക്കാൻ പോകാനുള്ള ഏത് കപ്പലിനും തങ്ങൾ സംരക്ഷണം നൽകും എന്ന് അമേരിക്ക ഉറപ്പ് പറയുന്നു. ഈ പറയുന്നതല്ലാതെ കപ്പലുകൾ കാര്യമായി അകത്തേക്ക് പോകുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല. അതേസമയം ഇറാനിലേക്ക് എണ്ണ എടുക്കാൻ വരുന്ന കപ്പലുകളെ തങ്ങൾ തടയും. കാരണം ഇറാൻ താവളങ്ങൾ അല്ലെങ്കിൽ ഇറാൻ തുറമുഖങ്ങൾ അമേരിക്കൻ ഉപരോധത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 8 കപ്പലുകൾ, അത് 6 എണ്ണം തിരിച്ചുവിട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എണ്ണ എടുക്കാൻ വേണ്ടി പുറംകടലിൽ നിന്ന് വന്ന ചില കപ്പലുകളെ അമേരിക്ക നിർബന്ധപൂർവം തിരിച്ചയച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനർത്ഥം അമേരിക്ക പറയുന്നത് തങ്ങളുടെ സംരക്ഷണയിൽ കപ്പലുകൾക്ക് വരാൻ പോകാം, തങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാം. ഇറാനിലേക്ക് കപ്പലുകൾ വരാനോ ഇറാനിൽ നിന്ന് എണ്ണയുമായി കപ്പലുകൾക്ക് പുറത്തോട്ട് പോകാനോ കഴിയില്ല. ഇത് അമേരിക്കൻ പൊസിഷനാണ്. മറുവശത്ത് ഇറാനിയൻ പൊസിഷൻ, ഒരു കപ്പലുകളെയും തങ്ങളുടെ കപ്പലുകളെ അനുവദിക്കുന്നില്ല എങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ഒരു കപ്പലും അതിലേ പോകുന്നില്ല. പോയാൽ തങ്ങളുടെ വിലക്ക് ലംഘിച്ച് അതിലേ പോയാൽ ആക്രമണമുണ്ടാകും. അത് നിവൃത്തിയാകുന്ന രീതിയിൽ അനവധി ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ, എണ്ണ ടാങ്കറുകൾക്ക് നേരെ, ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കഴിഞ്ഞ ദിവസവും 2 ടാങ്കറുകൾ ആക്രമണ വിധേയമായി എന്നതാണ് റിപ്പോർട്ടുകൾ. സ്ഫോടനങ്ങൾ കേട്ടു, കപ്പലുകൾ നിശ്ചലമായി എന്ന രീതിയിലാണ്. അത് ഒമാൻ പാത എടുത്ത കപ്പലുകളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹോർമൂസ് മേഖലയും പേർഷ്യൻ ഗൾഫ് മേഖലയും പൂർണ്ണമായ യുദ്ധത്തിൻ്റെ വഴിയിലാണ്, യുദ്ധത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഇറാൻ്റെ തെക്കൻ മേഖല പൂർണ്ണമായി യുദ്ധത്തിലാണ്. അമേരിക്കയുടെ താവളങ്ങൾ നിരന്തരം കുവൈറ്റിലെ, ബഹ്റൈനിലെ, മറ്റ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ താവളങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. അപ്പോൾ അടിയും തിരിച്ചടിയുമായി
എത്ര കാലം ഇതിന് മുന്നോട്ട് പോകാനാവും? കാരണം കഴിഞ്ഞ 48 മണിക്കൂറിൻ്റെ ചിത്രം പരിശോധിച്ചാൽ യുദ്ധം മൂർച്ഛിക്കുന്നതല്ലാതെ യുദ്ധശമനത്തിന് സാഹചര്യം ഒരുങ്ങുന്നില്ല. ഈ ചില ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നത് ഇസ്ലാമാബാദിൽ നിർത്തിവച്ച ചർച്ചകൾ ഒരിക്കൽ കൂടെ പുനരാരംഭിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നു. അമേരിക്കൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് എത്തിയേക്കും, ഇറാനിയൻ പ്രതിനിധികളും എത്തുന്നു എന്ന രീതിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയായിരുന്നാലും ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ ഭീമമായ വിശ്വാസ തകർച്ച രണ്ടു ഭാഗത്തും വന്നിരിക്കുന്നു. ഇറാനെ ഒരു രീതിയിലും ഇറാൻ പറയുന്നതിനെ വിശ്വസിക്കുന്ന ഒരു മൂഡിലല്ല അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവനകളൊക്കെ പുല്ലുവില പോലും ഇറാൻ കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് രണ്ട് ഭാഗമായി നിന്നുകൊണ്ട്, മറ്റു രാജ്യങ്ങൾ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ഇപ്പോൾ കനത്ത യുദ്ധ അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ഹോർമൂസ് മേഖലയും പശ്ചിമ ഏഷ്യ പൂർണ്ണമായും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ മേഖലാ യുദ്ധമായി വ്യാപിച്ചിരിക്കുന്നു എന്നേ സംശയം പറയാം.